വിജയേട്ടാ നമസ്കാരം. ഓഹോ. നമ്മുടെ രാജ്യം മുഴുവൻ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് എന്ന വാർത്ത അത് വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്തയില്ല. കാരണം എപ്പോഴും എപ്പോഴും ഞെട്ടാൻ നമുക്ക് വട്ടൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എപ്പോഴും എപ്പോഴും ഞെട്ടാൻ വട്ടൊന്നുമില്ല. കാരണം എന്നും അവർ കേൾക്കുന്ന വാർത്തയാണ് ഒരു ബംഗ്ലാദേശി അവിടെ നിന്ന് പിടിച്ചു, വേറൊരു ബംഗ്ലാദേശി ഇവിടെ നിന്ന് പിടിച്ചു എന്നുള്ള വാർത്തകൾ അവർ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഡൽഹിയിൽ ബംഗ്ലാദേശികളുടെ പുറത്താക്കാനുള്ള ഡ്രൈവ് നടക്കുന്നു. ആഹ് ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ നടക്കുന്നു. ഇപ്പൊ കോയമ്പത്തൂരും തിരുപ്പൂരിൽ നിന്നും 31 പേരെ അറസ്റ്റ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ നടക്കുന്നു, ആസാമിൽ നടക്കുന്നു, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി നടക്കുന്നു, വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിൽ ഇത് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആ കേരളത്തിലേക്ക് ഇപ്പോൾ ഈ ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം വ്യാപകമായി ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഏരൂരിലടക്കം എറണാകുളത്ത് 3 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടി. പോരാത്തതിന് പെരുമ്പാവൂരിൽ നിന്ന് ബംഗ്ലാദേശികളെ പിടികൂടുന്നു, അങ്കമാലിയിൽ നിന്ന് പിടികൂടുന്നു. ഈ ബംഗ്ലാദേശികളെ പിടികൂടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടികൂടുന്ന ബംഗ്ലാദേശികളുടെ കൂടെ താമസിക്കുന്ന കൂട്ടാളികൾ പെട്ടെന്ന് അപ്രത്യക്ഷരാകും. കേരള പോലീസിന് പിന്നെ മഷിയിട്ട് നോക്കിയാൽ ഇവന്മാരെ പിടികൂടാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കേരള പോലീസ് സംശയിക്കുന്നത് ഈ പിടികൂടുന്ന ബംഗ്ലാദേശികളിലെ തീവ്രവാദ ബന്ധമാണ്. ഈ അൻസറുള്ള ബംഗ്ലാ ടീമൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നുള്ള സംശയമാണ് ഇവിടെ അതിഭീകരമായി ബലപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോ സെയ്ഫ് അലി ഖാനെ കുത്തിയത് ഒരു ബംഗ്ലാദേശിയാണ്. കേരളത്തില് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയെ അരിങ്കൊലയ്ക്ക് ഇരയാക്കിയതും ഒരു ബംഗ്ലാദേശിയാണ്. അങ്ങനെ എത്ര എത്ര സാഹചര്യങ്ങളിൽ ഇവർ കേരളത്തിൽ അഴിഞ്ഞാടുന്നു. അടുത്ത കേരളത്തിൽ ഇവര് കാരണം വരാൻ പോകുന്ന ഒരു, യഥാർത്ഥത്തിൽ പറഞ്ഞ കേരളം ഒരു ബോംബിന്റെ പുറത്താണ് ഇരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പായിപ്പാട്, പെരുമ്പാവൂര്, ഈ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ട കലാപങ്ങൾ വീഴ്ചിട്ട് ഓർമ്മ കാണുമല്ലോ. അവർക്ക് കഴിക്കാനായിട്ട് അതിഥി തൊഴിലാളികളാണെന്ന് പറഞ്ഞ് കഴിക്കാനായിട്ട് പാലും മുട്ടയും എത്തിച്ചു കൊടുത്തപ്പോ അതെടുത്ത് മന്ത്രിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കേരള പോലീസിനെ അവിടെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. പോലീസിന്റെ വണ്ടി കത്തിച്ച് കളഞ്ഞവന്മാര്. അമ്മാതിരി ബഹളമായിരുന്നു. കേരള പോലീസിന്റെ വണ്ടീനെ മുകളിൽ കയറിയിട്ട് താണ്ഡവമാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു നിമിഷം നമ്മൾ ആ വിഷ്വല് കേരളത്തിൽ അല്ലാത്ത ഒരാൾ കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ബംഗ്ലാദേശ് ആണെന്ന് കരുതി പോകുന്ന രീതിയിലായിരുന്നു അവിടെ ആക്രമണം. അത്ര ഭീകരമായിരുന്നു. അപ്പൊ എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവരിവിടെ തമ്പടിക്കുകയാണ്, താവളം ഉറപ്പിക്കുകയാണ്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ നമ്മുടെ അന്നത്തെ നിയമകാര്യ സഹമന്ത്രിയായിരുന്ന കിരൺ റിഡ്ജു ഒരു പ്രസ്താവന നടത്തി. ഇതിനു മുൻപ് കോൺഗ്രസ് ഭരിച്ചപ്പോഴും അവരും പറഞ്ഞിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം പാർലമെന്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 2 കോടിയിൽ പരം ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട്. അത് ലീഗലായിട്ട് വന്നവരുണ്ട്. ലീഗലായിട്ട് വന്നിട്ട് ഇവിടെ താമസിക്കാൻ വന്നവരല്ല, ജോലിക്കും മറ്റും പ്രോപ്പർ ചാനൽ വഴി വന്നവരുണ്ട്. അത് കൂടാതെ അതിന്റെ ഒരു ഭൂരിപക്ഷം പേരും ഇല്ലീഗലായിട്ട് വന്നവർ തന്നെയാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെ നഖശികാന്തം എതിർക്കുന്നത് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളും തീവ്ര ഇടതുപക്ഷ സംഘടനകളും മാത്രമാണ് ഈ ദേശീയ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുന്നത്, എതിർക്കുന്നത്. ദേശീയ പൗരത്വ രജിസ്റ്റർ എല്ലാ രാജ്യത്തുമുള്ള ഒരു രജിസ്റ്ററാണ്. ആ രാജ്യത്തെ പൗരന്മാരുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു രജിസ്റ്റർ. ഇപ്പൊ നമ്മളൊരു ഒരു സ്ഥലത്താണെങ്കിൽ, നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയോടോ ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോടോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നാം എവിടെയാണ് നമ്മുടെ സ്ഥലമെന്നും നമ്മുടെ ഡീറ്റെയിൽസും കിട്ടും. അങ്ങനെ ഒരു ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് കൃത്യമായ ഒരു കണക്കില്ല ഈ ബംഗ്ലാദേശികൾക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ പോലും ഈ ബംഗ്ലാദേശി കോളനികൾ എന്ന് പറയുന്ന പേരിൽ തന്നെ ബംഗ്ലാദേശ് കോളനി പ്രവർത്തിക്കുന്നുണ്ട്, ബംഗ്ലാദേശികളുടേതായ ഏരിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ ഇരിക്കുന്നതിന്റെ ഈ അമ്പലപ്പുഴ ആ ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നതിന്റെ കുറച്ച് മാറിയിട്ട് അവിടെ ഒരു ചെറിയ രാജ്യം കണക്കാണ് അവിടെ ബംഗ്ലാദേശികളുടെ അവരുടേതായ ഹോട്ടലുകള്. ഇവിടെ ഈ കാക്കാഴം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓവർ ബ്രിഡ്ജിന്റെ താഴെ മുതൽ അവരുടേതായ ഒരു രാജ്യമാണ് അത്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു ബംഗ്ലാദേശ് പോലെയോ ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പോലെയോ നമുക്ക് തോന്നിപ്പോകും. അവരെല്ലാം പറയുന്നത് ബംഗ്ലാദേശികൾ എന്ന രീതിയിലല്ല അവർ എത്തിയിരിക്കുന്നത്. അവര് ബംഗാളികൾ എന്നുള്ള രീതിയിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവർക്കായിട്ടുള്ള കടകള്, അവർക്കായിട്ടുള്ള പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പോലീസിന് അറിയാൻ പാടില്ല എന്നിട്ടല്ല, പോലീസിന്റെ മുക്കിന് താഴെ തന്നെയാണ്. ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവരെല്ലാം തൊഴിലാളികൾ എന്ന രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ഭാവിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴായിരിക്കും എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പായിപ്പാടെന്ന് ധനുഷ് നേരത്തെ സൂചിപ്പിച്ച സ്ഥലം. അവിടെയൊക്കെ വളരെ ശക്തമാണ്. പായിപ്പാട് മാത്രമല്ല, എല്ലാ മേഖലയിലും ശക്തമാണ് ഇവർ. എന്തിനേറെ പറയുന്നു, പെരുമ്പാവൂർ ഇവർക്ക് വേണ്ടി തന്നെ വേശ്യാലയങ്ങളുണ്ട്. കാരണം ഈ
ഇവർക്ക് അതുപോലും ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടമായിട്ട് അത് മാറി. അതിനെക്കുറിച്ചൊക്കെ മുൻകാലങ്ങളിൽ വലിയ വാർത്തകൾ മാധ്യമങ്ങൾ നൽകിയതാണ്. ഇപ്പോ നമ്മൾ അല്ല, ഇതിന്റെ ഒരു ഗൗരവം കേരളത്തില് എങ്ങനെ പെരുമ്പാവൂര് ബംഗ്ലാദേശികൾക്കായി വേശ്യാലയം. അതായത് അവരുടെ തന്നെ ആളുകൾക്ക് പോകാനുള്ള വേശ്യാലയം, അതിന് തന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്കുകളും അവിടെ നടക്കുന്നുണ്ട്. വേശ്യാലയം എന്ന് പറഞ്ഞാൽ അത് ശരി. പ്രോസ്റ്റിറ്റ്യൂഷന്റെ പരിപാടികൾ അവിടെ നടക്കും. അത് വലിയ വാർത്തയാണ്. നിരവധി മാധ്യമങ്ങൾ അല്ല, മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പ്. ഞാനൊരു ഒരു ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇമ്മോറൽ ട്രാഫിക്കിന് എന്തുകൊണ്ടാണ് നമ്മുടെ കേരള പോലീസ് അങ്ങോട്ടേക്ക് ഒരു നടപടിക്ക് ശ്രമിക്കാത്തത്, എടുക്കാത്തത്? പോലീസിനെ അറിയിച്ചുകൊണ്ടല്ലല്ലോ ഇത് നടക്കുന്നത്. ഇത് വാർത്തയായി പുറത്തു വരുമ്പോഴല്ലേ നമ്മളും ആ അറിയുന്നത്. ഇപ്പൊ നമ്മളൊരു വാർത്ത കൊടുത്തു ആ കഴിഞ്ഞാൽ ഈ വാർത്ത ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് ഇല്ല എന്നുള്ളത് പിന്നീട് ഇതിന്റെ അന്വേഷണങ്ങളൊന്നും നിങ്ങൾ പോകുന്ന കാണുന്നില്ലല്ലോ. ഇത് ഞാൻ നോക്കുമ്പോൾ ഒരു ഉം, 1.5 വർഷം മുമ്പ് കണ്ട വാർത്തയാണ് ചില ഓൺലൈൻ മീഡിയാസിൽ. ഇവിടെ ഇങ്ങനെ ഒരെണ്ണം നടക്കുന്നുണ്ട്, അതുപോലെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ മയക്കുമരുന്നിന്റെ വിൽപ്പന നടക്കുന്നുണ്ട്. ഇതെല്ലാം വാർത്തകളായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്തായെന്ന് അതൊക്കെ അറിയുന്നത് സത്യമാണ്. നമുക്ക് നിരോ- ആ നിരോധിത ഈ പുകയിലകളുടെ വിൽപ്പന നടക്കുന്നുണ്ട്. ഇത് ഈ അതെല്ലാം നടക്കുന്നുണ്ട്. സ്ത്രീകളെ ഈ സ്ത്രീകളെ വിവിധ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെയുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ കേരളത്തിൽ പിടിക്കുന്ന ഇതുപോലുള്ള വേശ്യാവൃത്തിക്ക് പിടിക്കുന്നതില് ഇതര സംസ്ഥാനത്തു നിന്നുള്ള യുവതികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് ഒരു ഉം, 10 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അതിനകത്തുള്ള യുവതികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 3 പേര് ഇതര സംസ്ഥാനത്തെ പെൺകുട്ടികളാണ് വരുന്നത്. ഇവരെ എല്ലാം നമ്മള് ബംഗാൾ സ്വദേശി, ബീഹാർ സ്വദേശി, അസം സ്വദേശി എന്നാണ് പറയുന്നത്. ഇവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. ഇവരുടേതായ അതെ. രീതിയിൽ തന്നെ ഇവരുടെ ഒരു രാജ്യമായിട്ട് തന്നെ പലയിടത്തും മാറുകയാണ്. അതിനൊക്കെ ഒരു പരിധി വരെ നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ ഈ പെരുമ്പാവൂരിൽ നിന്ന് ഒരു വാർത്തയേ അല്ല. അവിടെ എത്ര കൊലപാതകം നടന്നു, എത്ര സംഘർഷങ്ങൾ നടന്നു, എന്തൊക്കെ നടന്നു, ഉം. അവിടെ പുകലുകൾ എവിടെങ്കിലും വാർത്തയായോ? ഇപ്പൊ അവർക്ക് ആർക്കും അതൊരു വാർത്തയാകണമെന്ന് ശ്രദ്ധയില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് ഇവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലായിടത്തും. ഇന്നിപ്പോ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ബംഗാളി ഇല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ്. ഒരു ബംഗാളി എങ്കിലും ഇല്ലാത്തൊരു ഹോട്ടൽ കേരളത്തിലില്ല. ഒരു ബംഗാളി എങ്കിലും ഇല്ലെങ്കിൽ, ബംഗാളി എന്ന് പറഞ്ഞാൽ ബായി എന്നാണ് പറയുന്നത്, ഒരു ബായി ഇല്ലാത്ത ഒരു സ്ഥാപനവും കേരളത്തിലില്ല. അതില്ലെങ്കിൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ്. മലയാളം ഇത് പറഞ്ഞപ്പോഴാണ് പറയുന്നവരുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ആലോചിച്ചത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബേക്കറിയിൽ കയറിയത്, ബേക്കറിയുടെ പേരൊന്നും പറയുന്നില്ല, ചേട്ടൻ അറിയാം, അതേ ബേക്കറി തന്നെ. അപ്പൊ അവിടെ കയറിയപ്പോ അവിടെ ആ, ഒരു ബംഗാളി നിപ്പുണ്ട്. അയാൾ വളരെ ഭംഗിയായിട്ട് സ്പഷ്ടമായിട്ട് മലയാളം പറയുന്നു. അപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം ഇയാൾ ബംഗാളിയാണെന്ന്. കാരണം മുഖം കണ്ടാൽ നമുക്കറിയാലോ ഒരു ബംഗാളി ആരാണ് മലയാളി ആരാണെന്ന് നമുക്കറിയാലോ. അപ്പൊ ഒരു 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 നോർത്ത് ഈസ്റ്റ് ഒരു ടച്ച് ഒക്കെ ഉണ്ട് മുഖത്തിന്. അപ്പം ഭംഗിയായിട്ട് മലയാളം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ഇന്നതാണ് സാർ. അപ്പൊ നിങ്ങളെ നാട് എവിടെയാണ്? എന്റെ നാട് ഇന്ന ഒരു നമ്മുടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം പറഞ്ഞു, ബീഹാർ, അങ്ങനെ എന്തോ ഒരു സംസ്ഥാനം പറഞ്ഞു. അപ്പൊ ഞാൻ, ശരി, നിങ്ങൾ എത്ര കാലമായി ഈ കേരളത്തിൽ എത്തിയിട്ട്? ഞാൻ 22 കൊല്ലമായി സേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, 22 കൊല്ലമായി. എനിക്ക് ഈ മേഖലയിൽ, അതായത് ഈ ബേക്കറി മേഖലയിൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ശരി, ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 32 വയസ്സായി ചേട്ടാ. അതായത് 22 വർഷം എക്സ്പീരിയൻസ് ഉള്ളവൻ 32ാമത്തെ വയസ്സില്, അവന് 32 വയസ്സേ ആയുള്ളൂ, അവന് 20 കൊല്ലം എക്സ്പീരിയൻസ്, അവൻ 22 കൊല്ലത്തിന് മുമ്പേ കേരളത്തിലെത്തി. അപ്പൊ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞ ആ കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ അങ്ങ് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. തുടർന്ന് അല്ല, എന്റെ ഒരു അനുഭവം അവിടുത്തെ പറഞ്ഞിട്ട്. അവിടെ ബഹുഭൂരിപക്ഷം അവിടുന്ന് ഇപ്പൊ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പെൺകുട്ടികള്, മലയാളി പെൺകുട്ടികൾ ഇപ്പൊ ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട്. ഇന്നലെ അതിന്റെ ഒരു കണക്ക്, ഇന്നലെയാണോ ഉം, പിരിഞ്ഞാണോ ഏതോ ഒരു മാധ്യമത്തിൽ അതിന്റെ കണക്ക് വരുന്നുണ്ട്. 74 പെൺകുട്ടികളെ മറ്റോ ഇവര് വിവാഹം കഴിച്ച് ഇവിടുത്തുകാരായി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ കാർഡും റേഷൻ കാർഡും മറ്റുമായിട്ടുണ്ട്. ഇവർക്ക് സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ എങ്ങാണ്ട് ഒരാൾക്ക് പെരുമ്പാവൂര് വീട് അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പലരും, ഇതിനകത്ത് എല്ലാവരും തീവ്രവാദികളാണെന്നും എല്ലാവരും പ്രശ്നകാരികളാണെന്നും അല്ല പറയുന്നത്. ഇതിൽ കുറെ ആളുകൾ ഇങ്ങനെയും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഞാൻ പറഞ്ഞില്ലേ, ബംഗാളി ഇല്ലാത്ത ഒരു മേഖലയും ഇല്ല. അപ്പം അവരനിവാര്യവുമാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ദിവസം ചലിക്കണമെങ്കിൽ ഈ ബംഗാളി അല്ലെങ്കിൽ ഭായിമാരില്ലാതെ നടക്കില്ല. അത് കൺസ്ട്രക്ഷൻ മേഖലയായാലും ഹോട്ടൽ മേഖലയായാലും എന്തിനേറെ നമ്മുടെ വീട്ടിലൊക്കെ കിളയ്ക്കാൻ വരുന്നത് പോലും ഇപ്പോൾ അങ്ങനെയുള്ള പശുവിനെ കറക്കാൻ വരുന്നത് നേപ്പാളികളായിരുന്നു മുമ്പെങ്കിൽ, ഇന്നിപ്പോ അവിടെയും ബംഗാളികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പം അവര് വരുന്നതോ പണിയെടുക്കുന്നതിനകത്ത് ഇവിടെ ആർക്കും എതിർപ്പും കാര്യങ്ങളും വരും. പക്ഷെ ഇവരുടെ മറവിലേക്ക് എത്തുന്നത് വലിയ രീതിയിലുള്ള ക്രിമിനൽസ് എത്തുന്നുണ്ട്. ഇത് ഒരുപാട് വട്ടം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. എന്തിനേറെ പറയുന്നു, ഈ വാർത്ത അവതരിപ്പിക്കുന്നില്ല യൂട്യൂബില്. 1.5 വർഷം മുമ്പ് ഞാൻ ഈ ബംഗാളി മലയാളത്തിൽ വാർത്ത അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഉം, കോമഡിക്ക് വേണ്ടി എടുത്തതായിരിക്കാം. അപ്പോ അതും
നമുക്ക് നഷ്ടമായി എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടിയാണ് ആ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നത്. ഒരു ബംഗാളിയെ കൊണ്ട് വാർത്ത പറയിപ്പിക്കുന്നു. അപ്പൊ ആ രീതിയിലെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വിവിധ സംസ്ഥാനങ്ങൾ ജോലി തേടി പോയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരാറുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മുടെ രാജ്യത്ത് എങ്ങുമില്ല. മുമ്പുണ്ടായിരുന്നത് ജമ്മു കാശ്മീരിൽ മാത്രമായിരുന്നു. ഇപ്പോഴും അവിടെയും ആ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ജമ്മു കാശ്മീർ ചെല്ലുമ്പോൾ അവർ വെടിവെച്ച് കൊല്ലുന്നത്. ഈ ഇടയ്ക്ക് കേൾക്കില്ല ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടു. പഞ്ചാബിലും കുറെ ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോഴങ്ങനെ ഒന്നുമില്ല. അപ്പോ ഇതിന്റെ മറ പറ്റിക്കൊണ്ടാണ് ഈ ബംഗ്ലാദേശിൽ വരുന്നത്. നമ്മുടെ രാജ്യത്ത് എങ്ങും ഒരു രജിസ്ട്രേഷനും ഇല്ല ഇവരെ കുറിച്ച്. ഇപ്പൊ നമ്മുടെ പോലീസ് സ്റ്റേഷൻ യഥാർത്ഥ നിയമം അനുസരിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഈ ജോലിക്കായിട്ട് കൊണ്ടുവരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുള്ളതാണ്. മിക്കവാറും അത് നടക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഈ ഇന്ന് വരുന്നത് അതിനെക്കുറിച്ച് ഇതിന്റെ കൊണ്ടുവരുന്ന ഏജൻസികൾ പറയുന്നത് ഇന്ന് കൊണ്ടുവരുന്ന 10 പേരിൽ 5 പേര് പിന്നെ തിരിച്ചു പോകും. അപ്പൊ പിന്നെ എപ്പോഴെപ്പോഴും ഞങ്ങൾക്ക് കൊണ്ട് കണക്ക് കൊടുക്കുന്നത് എങ്ങനെ? അപ്പൊ ഇവരൊരു ഏകദേശ കണക്കെടുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഏതായാലും അതിനകത്ത് എല്ലാവരും ക്രിമിനൽസ് ആണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. അവരെല്ലാവരും ബംഗ്ലാദേശികളാണെന്ന അഭിപ്രായമില്ല. പക്ഷെ ബംഗ്ലാദേശികൾ വലിയ രീതിയിൽ തന്നെ നുഴഞ്ഞു കയറിയത് കൊണ്ടാണല്ലോ നമ്മുടെ തിരിച്ചറിയാൻ പാർലമെന്റിൽ നിയമകാര്യ സാധിക്കുന്നില്ല. സാധിക്കുന്നില്ല. അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഇവർ ഈ വടക്കിഴക്ക് ഈ ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെ ആയിരുന്നല്ലോ ബംഗ്ലാദേശ് 1971 വരെ. നമ്മുടെ തന്നെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വെട്ടിമുറിക്കപ്പെട്ടവരാണ് ഇപ്പം ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലൊക്കെ. പക്ഷെ ഇവിടെ ഭീതികരമായ ഒരു അവസ്ഥ, നമ്മുടെ ശ്രദ്ധ കൂടുതൽ ഇവരിലേക്ക് പോകാനുള്ള സംഭവം നടന്നത് 2017 2017 അസാമിലെ ABT എന്ന് പറയുന്ന അൽഖ്വയ്ദയുടെ ബംഗ്ലാദേശിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ബ്രാഞ്ച് ഭീകര സംഘടന ആസാമിൽ ഇവര് ഒരു വലിയ സ്ഫോടനത്തിന് പദ്ധതി ഇട്ടപ്പോൾ അവരിൽ ഒരു 5 പേരെ പിടികൂടി. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഘടന നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ പിടിമുറുക്കുന്നു എന്നുള്ളത്. ഇപ്പൊ വീണ്ടും അതിന്റെ അന്വേഷണം സജീവമാക്കിയപ്പോൾ ദക്ഷിണേന്ത്യയിൽ, അത് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ABTയുടെ സ്ലീപ്പർ സെല്ലുകൾ വളരെ സജീവമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ സംഘടനയ്ക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നും വലിയ രീതിയിൽ ഫണ്ട് ലഭിക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ നമ്മുടെ പണ്ട് പോപ്പുലർ ഫണ്ടിങ്ങിനൊക്കെ ഫണ്ട് ലഭിക്കുന്നത് പോലെ തന്നെ ഇവർക്ക് വലിയ രീതിയിൽ കേരളം അടക്കമുള്ളിടത്തും ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നൊരു വാർത്ത അധിക നാളായിട്ടില്ല അത് വന്നിട്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടായിരുന്നു തമിഴ്നാട്ടിലെ തിരൂരും തിരുപ്പൂരും കോയമ്പത്തൂരും റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡ് നടന്നപ്പോൾ അന്ന് നമ്മൾ തന്നെ പറയുകയുണ്ടായി ഇതിന്റെ പിന്നാലെ റെയ്ഡ് കേരളത്തിലേക്കും വരുമെന്ന്. കേരളത്തിൽ റെയ്ഡ് നടന്നതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും പോലീസ് കുറച്ചുകൂടെ ജാഗ്രതയിലേക്ക് മാറി. കർണാടകത്തിൽ നിന്നും ഇതുപോലെ 1062 പേരെ അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മുൻപോട്ട് പോകുന്നു. അവര് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് അവര് ആളുകളെ പിടിച്ച് പുറത്താക്കാൻ തുടങ്ങി. മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഇവരെ പിടിച്ച് പുറത്താക്കിയ ഒരു നടപടി ഉണ്ടായത്, ഒരു ഫാമിലിയെ. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങള് ഇവിടെ ബംഗാളികളാണെന്ന് അവർ പറഞ്ഞത്. അന്ന് കോടതി എടുത്ത ഒരു ബുദ്ധിപൂർവമായ ഒരു നീക്കമായിരുന്നു ഇവരെ കുരുക്കിയത്. കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ഒന്ന് കറങ്ങിപ്പോയി ഇവര്. അപ്പൊ പറഞ്ഞൊരു കാര്യം, കുഴപ്പമില്ല, നിങ്ങളുടെ അച്ഛന്റെ അപ്പൂപ്പന്റെ ഒക്കെ ഡീറ്റെയിൽസ് തന്നാലും മതി, രേഖകളൊക്കെ ഞങ്ങൾ തപ്പിയെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഇവർ പെട്ടുപോകുന്നത്. അതിലൊരു സ്ത്രീയും 4 ആണുങ്ങളുമായിരുന്നു. അവർ വളരെ കാലമായി മഹാരാഷ്ട്ര താമസിച്ചു. അങ്ങനെ അതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു കേസ് ബംഗ്ലാദേശികളെ പിടിച്ച് തടങ്കൽപ്പാളയത്തിലാക്കുന്ന ആദ്യത്തെ കേസ് അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആസാമിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ ഇവരെ ഇപ്പൊ പിടികൂടുന്നുണ്ട്, ത്രിപുരയിൽ നിന്ന് വലിയ രീതിയിൽ പിടികൂടുന്നുണ്ട്. പക്ഷെ ഇവർ കൂടുതലും കടന്നിരിക്കുന്നത് ദക്ഷിണേന്ത്യയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യ സേഫ് ആയിട്ടൊരു പ്ലേസ് ആണ്. ഒന്ന്, ദക്ഷിണേന്ത്യയിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. 2, ഇവിടെ പെട്ടെന്ന് നമുക്ക് ഈ ദക്ഷിണേന്ത്യക്കാർക്ക് ബംഗാളികളെയും ബംഗ്ലാദേശികളെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയ സ്ഥിതി ഇങ്ങനെയല്ല. ബംഗ്ലാദേശികളും ബംഗാളികളെ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാൻ കഴിയും. കാരണം ഇവരുടെ ഭാഷയെ, ഇവരുടെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോ ദക്ഷിണേന്ത്യയാണ് ഇവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ്. കാരണം ഇവരെല്ലാവരും ഭായി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് ബംഗ്ലാദേശിയാണോ ബംഗാളിയാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇത് വലിയ രീതിയിൽ തന്നെ നടക്കുന്നു. ഇതിന്റെ ഒരു കേരള പോലീസ് വളരെ സജീവമായിട്ട് തന്നെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതിന്റെ ഒരു വലിയ നിരീക്ഷണവും കാര്യങ്ങളും വളരെ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശി കലാപത്തിന്റെ ഒക്കെ പിന്നാലെയാണ്. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് പോയ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് വിവിധ സംഘടനകൾ സജീവമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ പോലെ വരിക എന്നുള്ളതല്ല, വളരെ നിശബ്ദമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്പേസ് പിടിച്ചെടുക്കുക എന്നുള്ളത്. ഇതിനകത്തൊക്കെ പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളും ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ഒരു പരിധി വരെ
അവരറിഞ്ഞോ അറിയാതെയോ ഇവർക്കൊക്കെ ഈ ID കാർഡും മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കയറ്റി ഒരു വോട്ടിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ ജാഥയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഇതിനകത്ത് പലരെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉം, തെളിവാണ് പശ്ചിമ ബംഗാള്. അവരെ ഇങ്ങനെ കയറ്റി ഉം, താമസിപ്പിച്ച് പശ്ചിമ ബംഗാളിന്റെ അതിർത്തിയിലുള്ള 6 ജില്ലകളിൽ അവർക്ക് വലിയ ഭൂരിപക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ ഉം. ദിവസം നമ്മുടെ ഒരു നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയത് ഒരു ബംഗ്ലാദേശിയായിരുന്നു. ആ ബംഗ്ലാദേശിയെ അതെ അതെ പിടികൂടുമ്പോ അദ്ദേഹം പറഞ്ഞ പേര്, ആ പ്രതി പറഞ്ഞ പേര് വിജയദാസ് എന്നായിരുന്നു. ഈ വിജയദാസിന്റെ ID എവിടുന്ന് അതെ. കിട്ടി? ഈ വിജയദാസ് എങ്ങനെ ഇവിടെ എത്താൻ പറ്റി? എന്തായാലും വിജയദാസ് ബംഗ്ലാദേശിൽ നിന്ന് ID ഉണ്ടാക്കിക്കൊണ്ട് വരില്ല. അപ്പൊ ഇന്ത്യയിൽ ഒരു വലിയ റാക്കറ്റ് അതിന് പിന്നിലുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വലിയ റാക്കറ്റ് മാത്രമല്ല, അതിന് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകണം, ഉദ്യോഗസ്ഥ സ്വാധീനം ഉണ്ടായെങ്കിൽ മാത്രമേ വളരെ സേഫായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയൂ. അല്ല, അപ്പോ ബംഗ്ലാദേശികൾക്ക് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് ഏജന്റുകൾ സജീവമാണെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ട്. ഈ ഏജൻസികൾ പ്രവർത്തിക്കുമ്പോഴത്തേനും ഇതിനൊന്ന് ലീഗലാക്കി എടുക്കണമെങ്കിൽ ഇവർക്ക് പൊളിറ്റിക്കൽ സഹായം ആവശ്യമാണ്. കാരണം ഇവരെ പോലീസൊക്കെ പിടികൂടി കഴിഞ്ഞാൽ തന്നെ ഇവരെ ഇറക്കുവാനും ജാമ്യത്തിൽ എടുക്കുവാനും ഒക്കെ അതിന്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. പക്ഷെ ഇപ്പോ ഈ പിടിവിട്ട കേസ് ഇതിനകത്ത് ഇതിനെ അങ്ങനെ എല്ലാവർക്കും ഒരു ഭയം വരാനൊരു കാരണം എന്താ? ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമാണ്. പോപ്പുലർ ഫ്രണ്ട് ആരും സ്വപ്നത്തിൽ പോലും കരുതാതിരുന്ന ഒരു സമയത്താണ് തൂത്തുവാരി ഇവന്മാരെല്ലാം കൊണ്ടുപോയി. അപ്പം അവന്മാരെ സഹായിച്ചുകൊണ്ടിരുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും ബിസിനസ്സുകാരും ഒക്കെ ഭയന്നുപോയി. കാരണം കേന്ദ്രം ഉം. ഇതൊരു റഡാറിൽ ഇട്ടിരിക്കുന്ന കാര്യമാണെന്നും കേന്ദ്രം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു ദിവസം എല്ലാത്തിനെയും കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകുമെന്നും അവരെ സഹായിച്ചതിന്റെ പേരിൽ നമ്മളും ഇതിന്റെ പുലിവാല് പിടിക്കേണ്ടി വരുമെന്നും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായതും ഒപ്പം തന്നെ ബിസിനസ്സുകാർ ഭയന്നു പോയ ഒരു സംഭവമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ പിടിച്ചകത്തിട്ട് നിരോധിച്ചിട്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെതിരെ രംഗത്ത് വന്നില്ലെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. സാധാരണഗതി എന്ത് കിട്ടിയാലും ഉടനെ തന്നെ പ്രകടനവും പ്രതിഷേധവും ബന്ധുമായിട്ട് ഇറങ്ങുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും മിണ്ടിയില്ല. കാരണം ആ ഉം. ഒരൊറ്റ സംഭവത്തോടു കൂടി അവർ ഭയന്നുപോയി. ഇപ്പൊ ഈ ബംഗ്ലാദേശികളുടെ കാര്യത്തിലും അതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോ കുറെ രാഷ്ട്രീയക്കാരായാലും ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരെ പിടികൂടി കഴിഞ്ഞാൽ ഇവരുടെ ഒരു പിന്നാമ്പുറം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവർ വന്ന റൂട്ട് തിരക്കി പോയി കഴിഞ്ഞാൽ പല രാഷ്ട്രീയ നേതാക്കളും കുടുങ്ങും, ഇല്ലെങ്കിൽ പലരും കുടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് ഇപ്പൊ കുറെ ഗ്യാപ്പ് ഇട്ട് ഇപ്പോൾ നിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പലയിടത്തും റെയ്ഡുകൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പോലീസും കുറച്ചുകൂടെ ഒക്കെ ആക്റ്റീവായി രംഗത്ത് എത്തുന്നുണ്ട്. കാരണം നേരത്തെ ധനുഷ് സൂചിപ്പിച്ച കണക്ക് കേരളം ഒരു ബോംബിന്റെ പുറത്താണ് എന്ന് പറയുന്നത് ഏറെക്കുറെയൊക്കെ ശരിയാണ്. കാരണം ഇങ്ങനെയുള്ളവരുടെ ഒരു വലിയ വിളനിലമായി തന്നെ കേരളം മാറുകയാണ്. കേരളം മാത്രമല്ല, ഈ ദക്ഷിണേന്ത്യയും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യക്കാർക്ക് പൊതുവെ ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഒരു മനസ്സുണ്ട്, നമ്മുടെ ഒരു പ്രത്യേകതരം മനസ്സാണ് നമ്മുടെ ആളുകൾക്ക് ഉള്ളത്. അതായത് വരുന്നവർക്ക് മതേതര മനസ്സ്. എല്ലാവിധ സൗകര്യങ്ങളും ഈ അതിഥി ദേവോ ഭവ, അത് ശരിക്കും കാണുന്നത് ഇവിടെയാണ്. കാരണം വലിയ രീതിയിൽ തന്നെ നമ്മൾ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇവരെ ഒന്നും നമ്മൾ വഴക്ക് പറയാൻ അനുവദിക്കില്ല, സ്വന്തം ഇല്ലെങ്കിൽ ഇവരെ സ്വന്തം തെറ്റ് ചെയ്താൽ സ്വന്തം സ്വന്തം നാട്ടുകാർ ചോദിച്ചാൽ കൊടുക്കില്ല. ഇല്ല ഇല്ല, സ്വന്തം നാട്ടുകാരെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. അതൊക്കെ ഇവർ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ ഇവരെ എന്താണ് ഇതര മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മളത് മാറ്റി ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയും ഇവരെ അതിഥി നമ്മൾ അതിഥി ഭാഗമാക്കി മാറ്റി അതിഥി തൊഴിലാളികൾ ആക്കുകയും ഇവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇതിന്റെ മറ പറ്റിക്കൊണ്ട് ഇവർ വളരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ അംഗങ്ങളടക്കം ഉള്ളവരുടെ വലിയ സഹായം ഇത്തരം സംഘടനകൾക്കും ആളുകൾക്കും കിട്ടുന്നുണ്ട്. അതായത് വിവിധ സംഘടനകൾ, ഈ നിരോധിക്കപ്പെട്ട സംഘടനകൾ തന്നെയാണ് ഇവർക്ക് ഇന്ത്യയിലേക്ക് എത്താനുള്ള വഴികൾ വെട്ടിക്കൊടുക്കുന്നതും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എന്നാണ് മുൻപ് വന്നിരുന്ന ദേശീയ വാർത്തകളിൽ വന്നിരുന്ന വാർത്തയാണ് ഇതിനി പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകളും വന്നിരുന്നു. ഇപ്പൊ ഏതായാലും ഈ പെരുമ്പാവൂരിലൊക്കെ പെട്ടെന്ന് ആൾക്കാർ അപ്രത്യക്ഷമാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മീഡിയാസിൽ, മീൻസ് കേരള മീഡിയകൾ കൊടുത്തോണ്ട് ഇരിക്കുന്നത്. അധികം മീഡിയകളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോ പെട്ടെന്ന് തന്നെ കാണാനില്ല. പോലീസ് റെയ്ഡിന് വരുന്നു, ഒരാളെ പിടികൂടുന്നു, ഒപ്പം തന്നെ ഇവരുടെ കൂടെ താമസിച്ചവരെ കാണാനില്ല എന്നുള്ളത് തന്നെ വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഒന്നുകിൽ അവർ ഭയന്നിട്ട് നാട് വിടുന്നതായിരിക്കും. പക്ഷെ ഭയന്നിട്ട് നാട് വിടേണ്ട ആവശ്യമില്ലല്ലോ യഥാർത്ഥത്തില്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയുണ്ട്. ഭയങ്കരമായ രീതിയിൽ നമ്മളുടെ, എനിക്ക് തോന്നുന്നത് ഈ പോലീസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ രീതിയിൽ തന്നെ റെയ്ഡുകൾ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പല ഏരിയകളിലും. അത് നമുക്ക് പായിപ്പാട് കാണിച്ചു തന്നതാണ്, പെരുമ്പാവൂർ കാണിച്ചു തന്നതാണ്. ഒരു ദിവസം രാത്രിയിൽ എറണാകുളം നഗരത്തിൽ നാം കണ്ടതാണ്. ആ സംഭവം ഞാൻ ഏതാന്ന് ഓർക്കുന്നില്ല. ഒറ്റ മണിക്കൂർ കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർ ഒത്തുകൂടി
വലിയൊരു പ്രതിഷേധം, എനിക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രതിഷേധമായിരുന്നു എന്താണെന്ന് എനിക്ക് തോന്നുന്നു. പാതിരാത്രിയിൽ അന്ന് പോലീസ് ഞെട്ടിപ്പോയി, അതെ എങ്ങനെയാണ് അതെ. ഇത്രയും പേര് ഒരുമിച്ച് വന്നതെന്ന് അവര് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരെല്ലാം അവിടുത്തെ ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഇവരെല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇവരെല്ലാം ഒരു ചെയിൻ പോലെയാണ്, ഒരാൾ മെസ്സേജ് ചെയ്താൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന രീതിയിലാണ് ഇവര് എറണാകുളത്ത് ഈ വിവിധ സ്ഥാപനങ്ങളിൽ അവർ ജോലി ചെയ്തിരുന്നത് എന്ന് ആ ഒരു സംഭവത്തോടു കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഈ ഇവന്മാർക്ക് ഈ നമ്മൾ ഈ പറയുന്ന ഭായിമാർ എന്ന് നമുക്ക് പറയാം, ഈ ഭായിമാർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൻപുറത്തും ഉണ്ടല്ലോ ധാരാളം പേര്, ഈ ഭായിമാർക്ക് എന്തെങ്കിലും വിഷയം ഉം. ഉണ്ടായി കഴിഞ്ഞാല് വളരെ പെട്ടെന്നാണ് ഇവരുടെ ആളുകൾ വന്ന് കൂടുന്നത് അവിടെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നേരെ മറിച്ച് അതെ നമുക്കൊരു, അതെ. നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന നമുക്കൊരു അപകടമോ ഇല്ലെങ്കിൽ ആക്സിഡന്റോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമോ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ആൾക്കാരൊന്നും ഓടിക്കൂടാറില്ല പെട്ടെന്ന്. പക്ഷെ ഇവരുടേത് അങ്ങനെയല്ല, നൂറുകണക്കിന് പേരാ വളരെ പെട്ടെന്ന് എത്തുന്നത്. എങ്ങനെ എത്തുന്നു ഇവർ? എത്തുന്നു എന്ന് വെച്ചാൽ അവർക്കൊരു ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ആ നെറ്റ്വർക്കിൽ കൂടെ പെട്ടെന്ന് ഉം. വിവരങ്ങൾ എത്തേണ്ടിടത്ത് എത്തുന്നു, അവർ കൂടുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണത്. ഇപ്പം നമുക്കിപ്പം എനിക്കോ ധനുഷിനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ 10 പേര് കൂടുന്നിടത്ത് ഇവർക്ക് അത് 20-30 പേര് കൂടുന്നു, പെട്ടെന്ന് വേണ്ട അറേഞ്ച്മെന്റുകൾ ചെയ്യുന്ന ഒരു സംഘടിത ശക്തിയായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, സംഘടിത ശക്തി ആകുന്നത്. പക്ഷെ ആ സംഘടിത ശക്തി നമ്മൾ ഒരു ഭീകര അന്തരീക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുറച്ചു നാൾക്ക് മുമ്പ് ഈ പറഞ്ഞ പായിപ്പാടിന് അടുത്തൊരു സ്ഥലത്ത് അരിപ്പാട് ഒരു കൊലപാതകം നടന്നു. അതുകൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ കൊലപാതകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഈ മത്സ്യക്കച്ചവടക്കാരുണ്ടായിരുന്നു. ഈ മത്സ്യക്കച്ചവടക്കാരുടെ, അതായത് നമ്മുടെ നാട്ടുകാരായിരുന്നു, മത്സ്യക്കച്ചവടക്കാര് ആയിരുന്നു. പിന്നീട് ഈ മത്സ്യക്കച്ചവടം ഈ പറയുന്ന ഭായിമാർ ഏറ്റെടുത്തു. അതിനുശേഷം അവിടെ ഒരു മത്സ്യവ്യാപാരി അത് അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഹഫ്ത വിരിക്കാൻ തുടങ്ങി ഈ ബംഗ്ലാദേശികൾ. പലരും ഹഫ്ത കൊടുക്കാൻ തുടങ്ങി. ഇയാൾ അതിന് തയ്യാറാകാതെ വന്നപ്പോഴാണ് ഇയാളെ വെട്ടി കൊന്ന ഒരു കേസ് വന്നിട്ടുണ്ട്. ഉം. അപ്പൊ അങ്ങനെ പല പല പല, അതായത് ഇപ്പോഴത്തെ ഈ നമ്മുടെ മത്സ്യ വിപണി ആയാലും എന്തിനേറെ പറയുന്നത്, നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലെ കോൺട്രാക്ടർമാർ ഇപ്പൊ ഭായിമാരാണ് പലയിടത്തും. അവര് തന്നെ വീടിന്റെ കോൺട്രാക്ട് എടുക്കുന്നു, ചെയ്യുന്നു. ആ രീതിയിലേക്ക് വളർന്നിരിക്കും. നല്ല കാര്യം തന്നെയാണ്. അവർ നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ആളുകളും മലയാളികളും ഈ ലോകത്തെമ്പാടും പോയി ജോലി ചെയ്യുന്നു. പക്ഷെ ഇവരുടെ മറവിൽ വരുന്നത് ഈ ബംഗ്ലാദേശികളാണെങ്കിൽ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏത് ഓക്കെ. നിമിഷവും എന്തും സംഭവിക്കാവുന്നതാണ്. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.